നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമ്പിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എരിവും പുളിയും മധുരവും കൂടി ചേർന്നതാണ്. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് ഒരു 300 ഗ്രാം കാണും. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാങ്ങ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ സ്കിന്ന് കളയാതെ സ്കിന്നോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ സ്കിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്യാം. പക്ഷേ സ്കിന്നോട് കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകത്തില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഈ ഒരു റെസിപ്പി കുറച്ച് എരിവും മധുരവും കൂടി ചേർന്നതാണ്. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത്. നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അതിൻ്റെ ഒരു 4/1 ഭാഗമായിരിക്കണം ശർക്കര എടുക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 50 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ഈ ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും ശർക്കര ചേർക്കുമ്പോൾ ഇങ്ങനെ ശർക്കര ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുക്കാൻ പറ്റും. ശർക്കര നന്നായിട്ടും തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാങ്ങ പച്ചടി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം 2 സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുക. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ കുറച്ചും കൂടി ടേസ്റ്റി നല്ലെണ്ണയാണ്. നല്ലെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ചെറിയ സ്പൂണ് കടുക്, ഒരു ചെറിയ സ്പൂണ് ഉഴുന്നുപരിപ്പ്, കൂടെ തന്നെ 3-4 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കരിവേപ്പില. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം. അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തായിട്ട് കുറച്ച് പച്ചമുളകാണ് ചേർക്കുന്നത്. ഒരു 4 എരിവുള്ള പച്ചമുളക്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് കുറച്ച് എരിവും അതുപോലെ തന്നെ മധുരവും കൂടി ചേർന്നതാണ്. അതുകൊണ്ട് എരിവുള്ള പച്ചമുളക് തന്നെ ചേർക്കണം കേട്ടോ. കടുകും ഉഴുന്നുപരിപ്പും നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് കുറച്ച് പൊടികളാണ് നമുക്ക് ചേർക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഈ ഒരു റെസിപ്പിയിൽ കാശ്മീരി മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് കുറച്ച് എരിവും മധുരവും കൂടി ചേർന്നിട്ടുള്ള കറിയാണ്. അതുകൊണ്ട് തന്നെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. മുളക് പൊടിയുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയത്. കാരണം മുളക് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്തെടുക്കാം. ഈ സമയം ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. കാരണം മൺചട്ടിയിൽ തന്നെ ചെറിയൊരു ചൂടുണ്ട്. മാങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കാം. ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് നമ്മൾ ചേർത്ത പൊടികളും മാങ്ങയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ സ്കിന്ന് മാറ്റിയതിന് ശേഷം വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം. പക്ഷേ സ്കിന്നോട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഇത് ഒത്തിരി ഉടഞ്ഞു പോകത്തുമില്ല കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കറി ആയി വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. പൊടികളൊക്കെ മാങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കായപ്പൊടിയുടെ നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കരുത്. 1/4 കപ്പ് തന്നെ മതിയാവും. ായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ശരിക്കും നമ്മൾ ആ കായപ്പൊടി ചേർത്തില്ലായിരുന്നു. ആ സമയത്ത് വേണം മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത്. പക്ഷേ ആ സമയത്ത് ഞാൻ ചേർക്കാനായിട്ട് വിട്ടുപോയി. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മാങ്ങ വേകാനായിട്ട് കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും എടുക്കും. ഒത്തിരി വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എങ്കിലും 1/4 വേഗം വേണം. അതുകൊണ്ട് തന്നെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങ വേകാൻ വെച്ചിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, മാങ്ങ അത്യാവശ്യം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നോട് കൂടി ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാട്ടോ ഈ ഒരു രീതിയിൽ കിട്ടിയത്. ഒത്തിരി ചെറുതാക്കിയാൽ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. ഞാൻ ഒരു പീസ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് ചെറിയ പീസാണ്. എന്നാൽ അതൊന്ന് ഒത്തിരി വെന്തെന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാങ്ങ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാങ്ങ പച്ചടിയുടെ ലാസ്റ്റ് സ്റ്റേജാണേ. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ചേർത്തെടുക്കാം. മാങ്ങ വേകാതെ ശർക്കര ചേർത്താൽ മാങ്ങ വേകില്ല. അതുകൊണ്ടാണ് മാങ്ങ ആദ്യമേ നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷമാണ് ശർക്കര ചേർക്കേണ്ടത്.
ഇനി അടുത്തായിട്ട് ഈ മാങ്ങയും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്നേരം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് ആ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടും. ഇപ്പോൾ ശർക്കരയും കൂടി ചേർത്തിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുന്നുണ്ട് ഗ്രേവി കുറച്ചും കൂടി തിക്കായി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും എരിവും പുളിയും പാകത്തിനാണ്. അതായത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ശർക്കര ചേർത്തതിൻ്റെ മധുരവും മാങ്ങയുടെ ഒരു പുളിപ്പും പിന്നെ ഇതിൽ നമ്മൾ ആ ഒരു മുളക് പൊടിയൊക്കെ ചേർത്തതിൻ്റെ ഒരു എരിവും. അപ്പോൾ മൂന്നും കൂടി ചേർന്ന് കേട്ടോ വളരെ ടേസ്റ്റിയാണ്. അടിപൊളിയ ടേസ്റ്റാണ്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഗ്യാസ് ഓഫ് ആക്കണേ. ഇനി തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. അങ്ങനെ നമ്മുടെ സ്വാദേറിയ മാങ്ങ പച്ചടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മാങ്ങ പച്ചടിയുടെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ഒരു ഗ്രേവി കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കുറച്ചെടുത്ത് കഴിക്കണം തോന്നുന്നില്ലേ? വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ഇത് ഒത്തിരി കറിയൊന്നും ഇല്ലെങ്കിലും ചോറും തൈരും ഈ ഒരു മാങ്ങ പച്ചടി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. പിന്നെ തൈര് സാധനത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ശരിക്കും നമ്മുടെ കേരള സ്റ്റൈൽ റെസിപ്പിയല്ല, എനിക്കൊരു തമിഴ് ആൻറ്റി പറഞ്ഞ റെസിപ്പിയാണ്. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ. ഇത് ചപ്പാത്തിലൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരു 3-4 ദിവസം ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ കേടാവത്തുമില്ല. ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്